ഹലോ, ഹായ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചെറിയൊരു റെസിപ്പിയും കൂടിയാണിത്. എല്ലാവരും ഒന്ന് അത് ഉണ്ടാക്കി നോക്കി അതിൻ്റെ കുറിച്ചുള്ള കമൻസുകളും കൂടി താഴെ കൊടുക്കണം. അപ്പോഴേ എല്ലാവർക്കും അത് ചെയ്തു നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ. നമ്മളിന്നൊരു സേമിയ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈസി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ്. നല്ലൊരു സ്പെഷ്യലാണ് കേട്ടോ അത്. അതിനുള്ള സാധനങ്ങളാണ് കുറച്ച് പാൽ, 1/2 ലിറ്റർ പാൽ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അമൂലിൻ്റെ പാൽ പൗഡറിൻ്റെ പാക്കറ്റ് 2 വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബദാം, കുറച്ച് ഷുഗർ, റോസ്റ്റഡ് സേമിയാണ് കേട്ടോ. പിന്നെ ഗീ, ഏലക്ക, പിന്നെ അതിലൊരു സ്പെഷ്യൽ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പോൾ നമ്മൾ ഇന്നെന്താവും സ്പെഷ്യൽ എന്നല്ലേ ഞാൻ പറയാം കേട്ടോ. ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സേമിയ നമുക്കൊരു പാക്കറ്റൊന്നും വേണ്ട, നമ്മൾ ചെറുതായിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകും. അവൻ ആരോടോ സംസാരിക്കുകയാണ്. നമ്മൾ സേമിയ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്താണെന്നില്ലേ, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ ആദിലിൻ്റെ ഡിഗ്രി റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു മധുരം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് പായസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് അപ്പോൾ ഇതൊരു സേമിയ പായസമാണ്. അതൊരു സ്പെഷ്യൽ സേമിയ പായസമാണ്. ഇതിലൊരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കട്ടൻ ചായ ഇടുന്നില്ലേ? അല്ല കേട്ടോ, ഇത് കാരമൽ ചെയ്തതാട്ടോ. കുറച്ച് ഷുഗർ എടുത്ത് കാരമൽ ചെയ്തിട്ട് എടുത്തതാണ്. ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സേമിയ കാരമൽ പായസമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഷുഗർ കുറച്ച് ഒരു അലുമിനിയം ചട്ടി ഉണ്ടല്ലോ, അതിലാവുമ്പോൾ പെട്ടെന്ന് കാരമലാവും. നമ്മളെ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഇതിലേതിലെങ്കിലും ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കാതെ അതൊന്ന് കരിയിച്ചെടുക്കുക, ഉരുക്കിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുക, ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കാരമൽ സിറപ്പ് റെഡിയാവും കേട്ടോ. അതാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അമൂലിൻ്റെ പൗഡറൊന്ന് ഇറക്കിയെടുത്തതാട്ടോ. ഇത് ഏലക്ക പൗഡറാണ് കേട്ടോ. ഏലക്കാറിന് ഫുള്ളായിട്ടില്ല, ഇത് ഏലക്ക പൗഡറാണ് കേട്ടോ. ഒരു 4 ഏലക്ക കുറച്ച് ഷുഗറിലിട്ടിട്ട് ഉടച്ചെടുത്തതാണ്. കുറച്ച് ഗീയും ഒരു 1/4 ടീസ്പൂണ് സാൾട്ടും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പം ഒരു സ്പൂണ് നെയ്യും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണേ. കുറച്ച് ബദാം സ്ലൈസായിട്ട്
ചേർത്ത് കൊടുക്കണം കൂടിയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സേമിയ പായസം ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഇത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്നിവിടെ വലിയൊരു മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഉണങ്ങാനുള്ള കുറേ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി. പക്ഷേ വലിയ വെയിലും ഇല്ല, എങ്കിലും ഡ്രയറിലിട്ടതായതുകൊണ്ട് ഒന്ന് ചെറിയൊരിത് ചൂട് തട്ടിയാൽ ഉണങ്ങുന്ന ഒരു പരുവത്തിലായിരുന്നു. അങ്ങനെയുള്ള ആ പണികളൊക്കെ കഴിഞ്ഞ് കിട്ടി. മഴ കുറഞ്ഞതുകൊണ്ട് കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങി തുടങ്ങി. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അതാ ആദിലിന് ജിമ്മിൽ പോകാനായി. അങ്ങനെ ആദിലിൻ്റെ ഡിഗ്രി റിസൾട്ട് വന്നു. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു കോഴ്സിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. ജിമ്മിൽ പോകാനായോ? ഓന് ജിമ്മിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പായസം റെഡി ആയിട്ടോ. ബദാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലൈഡ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പായസം ഓക്കെയാണ്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അതിന് പകരം 2 പാക്കറ്റ് അമൂലിൻ്റെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തൊക്കെയാണ് കേട്ടോ. കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടി പായസത്തിന്. അത് അവരവരെ ഇഷ്ടം. ഞാൻ അധികം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഈ മിൽക്ക് മെയ്ഡിനും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഈ പൗഡർ ചേർക്കുമ്പോഴേ ഒന്ന് തിക്കായിട്ട് ഇത് ചെയ്തിട്ട് ഇതിലാണ് ചേർത്ത് വിടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പായസം റെഡിയായി. നമുക്ക് കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മളെ പായസം സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഒരു ബദാമിൻ്റെ പീസും കൂടി എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയുകയാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോഴേ മറ്റുള്ളവർക്കും ചെയ്ത് നോക്കാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ. മഴ കുറച്ച് കുറവുണ്ടായപ്പോൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങി. മഞ്ഞിങ്ങനെ നീങ്ങണ കാണാം ഊട്ടിമലയുടെ അടുത്ത്. നല്ല മഴ പെയ്തതുകൊണ്ട് നമ്മളെ ചെടികൾക്കൊക്കെ നല്ലൊരു ഉഷാറുണ്ട്. ഒരു ജർബർ ചെടിയിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. 2 മുട്ട്. നല്ല പൂവാണ്. ഇത് കുറച്ച് കൂടുതൽ ദിവസം നിൽക്കും. അവിടെ ഒരെണ്ണം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു ചെടി റെഡ് കളറ് ഉണങ്ങിപ്പോയ പോലെ ഉണ്ട്. ഇല്ല, അത് വരുന്നുണ്ട് കേട്ടോ. തളിര് വരുന്നുണ്ട്. പോയിട്ടില്ല, വരുമായിരിക്കും. ഇത് കണ്ടോ, വരുന്നുണ്ട് അതിൻ്റെ. ഞാൻ വിചാരിച്ചത് പോയിന്ന്, ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇതിൻ്റെ ഇടയിൽ
കളകളൊക്കെ വന്നിട്ടുണ്ട്.